ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പൊ എല്ലാവരും കീം എക്സാമിന് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അല്ലെ? അപ്പൊ നമ്മളെ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് നിങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഏതെങ്കിലും ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എക്സാം ടൈമിൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സ്റ്റുഡൻസിനെ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തു വീഡിയോ വേണം എന്ന് പറഞ്ഞ്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടൊന്ന് കാണുക. ഷോർട്ട് വീഡിയോ ആണ്, ഒരുപാട് സമയമൊന്നും നിങ്ങളുടെ വേസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മുടെ പ്രോസ്പെക്ടസിൽ കുറച്ചു പേരൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇനി വായിച്ചവരാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഈ വർഷം മുതൽ. അപ്പോൾ നമ്മൾ എക്സാം ഹാളിലേക്ക്, ഇപ്പൊ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ എക്സാം സെന്റർ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. ഈ എക്സാം സെന്ററിലേക്ക് നമ്മൾ ഒരു 2 hours എങ്കിലും മുന്നേ നമ്മൾ അവിടെ എത്തിയിരിക്കണം. ഓക്കെ, നമ്മൾ സ്റ്റുഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിന് മുന്നായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും എക്സാമിനേഷൻ ഹാളിലേക്ക് പെർമിറ്റ് ചെയ്യില്ല. അപ്പൊ എക്സാമിനേഷൻ സെന്ററിലേക്ക് നമ്മൾ 2 മണിക്കൂർ മുന്നെങ്കിലും എത്തിയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് നമ്മളുടെ വീട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എപ്പോ അവിടെ എത്താൻ പറ്റും, അപ്പൊ കറക്റ്റ് എക്സാം സെന്ററിൽ എത്തുന്ന സമയം നോക്കി പോവാതെ നേരത്തെ തന്നെ പോവാ. ഇപ്പം മഴ ഉണ്ടാവാം, അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാം. അപ്പൊ അതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ആലോചിച്ച്, എക്സാം ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നോർത്ത് ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ബയോമെട്രിക് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്കൊരു സീറ്റ് അലോട്ട് ചെയ്യും. ഒരു കമ്പ്യൂട്ടർ ലാബിലായിരിക്കും, കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട്. ഇനി നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്രീനില് ലെഫ്റ്റ് ബോട്ടം കോർണർ ഓഫ് ദ ലോഗിൻ സ്ക്രീനിൽ നമ്മുടെ അലോട്ടഡ് നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ നമ്പറും നമ്മുടെ സീറ്റ് നമ്പറും സെയിം ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. എന്തെങ്കിലും കാരണവശാൽ ഇത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ കാൻഡിഡേച്ചർ ക്യാൻസൽഡ് ആവും. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റും നമ്മുടെ മുന്നിൽ വരുന്ന ലോഗിൻ സ്ക്രീനിൽ ലെഫ്റ്റ് ബോട്ടം കോർണറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള നമ്പറും സെയിം ആണെന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അവിടെ സീറ്റ് ഉറപ്പിക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ ഇൻവിജിലേറ്റർ എടുത്ത് കാര്യം പറഞ്ഞ് അത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ 2 കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഫസ്റ്റ് വൺ, അഡ്മിറ്റ് കാർഡ് അല്ലെ. അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടും വേണം. ഓതറൈസ്ഡ് ഫോട്ടോ ID ആൻഡ് സിമ്പിൾ ട്രാൻസ്പാരന്റ് ബോൾ പോയിന്റ് പെൻ. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അഡ്മിറ്റ് കാർഡ്, ഓതറൈസ്ഡ് ഫോട്ടോ ID, പിന്നെ ബോൾ പോയിന്റ് പെൻ. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ ID പ്രൂഫിന് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ്. എനി വൺ ഓഫ് ദ ഒറിജിനൽ ആൻഡ് വാലിഡ് ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ പ്രൂഫ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്. പാൻ കാർഡ് നിങ്ങൾക്ക് കൊണ്ടുപോവാം, ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് ചെയ്യാം, വോട്ടേഴ്സ് ID, 12th ക്ലാസ് ബോർഡ് അഡ്മിറ്റ് രജിസ്ട്രേഷൻ കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ് ഉള്ളതായിരിക്കണം. ഈ ആധാർ, റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, ആധാർ എൻറോൾമെന്റ് നമ്പർ വിത്ത് ഫോട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നിങ്ങളുടെ ഫോട്ടോ ID പ്രൂഫ് ആയിട്ട്. അത് നിർബന്ധമായിട്ടും ഒറിജിനൽ നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ ഇത് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. And candidates must put signature in the attendance sheet provided by the invigilator. ഇൻവിജിലേറ്റർ തരുന്ന അറ്റൻഡൻസ് ഷീറ്റിൽ നമ്മൾ സൈൻ ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ ഈ കാര്യം നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട്, അഡ്മിറ്റ് കാർഡ് എടുക്കാൻ വിട്ടുപോയി, ഫോട്ടോ ID പ്രൂഫ് എടുക്കാൻ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഈ കാര്യമൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ബാഗിൽ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് വെച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ലാസ്റ്റ് പോകുന്ന ദിവസം രാവിലത്തേക്ക് വേണ്ടി മാറ്റി വെക്കണം. നേരത്തെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക. ഓക്കെ, അടുത്ത ഒരു കാര്യം, ഇതും വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ കൊണ്ടുപോകരുത്. എന്തൊക്കെയാണ്? പെൻസിൽ. Candidates will not be permitted to bring items such as pencil,
eraser, papers, books, notes, log tables, pencil box, correction fluid, etc. അതേപോലെ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് കാൽക്കുലേറ്റർ, ഡിജിറ്റൽ വാച്ച്, ക്യാമറ, പെൻ, അതുപോലെ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും അലൗഡ് അല്ല. അപ്പൊ ഡിജിറ്റൽ വാച്ച് യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഡിജിറ്റൽ വാച്ചസ് അലൗഡ് അല്ല. അപ്പൊ നിങ്ങൾ ഡിജിറ്റൽ വാച്ച് കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പെർമിഷൻ ഉണ്ടാവില്ല. ഡിജിറ്റൽ വാച്ച് നിങ്ങൾക്ക് എക്സാം ഹാളിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കാം. അതേപോലെ നമ്മൾ പെന്ന് മാത്രമാണ് നമുക്ക് അലൗഡ്. അപ്പൊ അതിന് നമ്മളൊരു ബോക്സ്, പെൻസിൽ ബോക്സിൽ ഇട്ടിട്ട് കൊണ്ടുപോവുക, അത് ചെയ്യരുത്, അതൊന്നും അലൗഡ് അല്ല. ഓക്കെ, ഈ പറഞ്ഞ ഒരു സാധനവും എക്സാം ഹാളിലേക്ക് അലൗഡ് അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിജിറ്റൽ വാച്ചിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എല്ലാ ദിവസവും കെട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാധനം നമ്മൾ അന്നത്തെ ദിവസവും കെട്ടിക്കൊണ്ടു പോകും. അപ്പൊ അത് അലൗഡ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് തിങ്, നമുക്ക് റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പർ, അത് കുറെ പേർക്ക് ഡൗട്ട്. അപ്പൊ റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പർ നമുക്ക് എക്സാം ഹാളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് നമ്മൾ റോൾ നമ്പറും പേരും പേപ്പറിന്റെ മുകളിൽ എഴുതണം, എന്നിട്ട് സൈൻ ചെയ്യുകയും വേണം. Candidates must write their roll number and name at the top of the paper and put signature. Okay, and this sheet should be returned to the invigilator at the end of the examination. Very important. നമുക്ക് തരുന്ന റഫ് വർക്കിനുള്ള പേപ്പറിൽ നമ്മൾ റോൾ നമ്പറും പേരും എഴുതി സൈൻ ചെയ്യുകയും വേണം. എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവിജിലേറ്റർക്ക് റിട്ടേൺ ചെയ്യുകയും വേണം. ഓക്കെ, ഇനി നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇംപ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹാളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആവും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ പോയി എഴുതാം. ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസിനും നമ്മൾ നിൽക്കരുത്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൗസോ മാൽ ഫങ്ഷൻ വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ആ സമയത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇൻവിജിലേറ്റർ ഉണ്ടാവും അല്ലെ, ഇൻവിജിലേറ്ററുടെ അടുത്ത് കാര്യം നമ്മൾ പറയാം. നമുക്ക് അവർ ഒരു പുതിയ സിസ്റ്റം അലൗട്ട് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നമുക്ക് ലോസ് ആയിട്ടുള്ള ആ ഒരു ടൈം അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൽ സെർവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കീബോർഡിന്റെ യൂസ് സ്ട്രിക്ട്ലി അലൗഡ് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ മൗസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കീബോർഡ് ഏതെങ്കിലും സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വിർച്വൽ കീബോർഡ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കീബോർഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കീബോർഡ് യൂസ് ചെയ്യേണ്ട സമയത്ത് വിർച്വൽ കീബോർഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കമ്പ്യൂട്ടറോ മൗസോ മാൽഫങ്ഷൻ ചെയ്തു എന്ന് വിചാരിക്കാം, ഇമ്മീഡിയറ്റ്ലി വേറെ സിസ്റ്റം നമുക്ക് അലൗട്ട് ചെയ്യും. നമുക്ക് ടൈം നഷ്ടപ്പെടില്ല. ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് സെർവർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും സിസ്റ്റം ഫെയിലിയറോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റേസ് ചെയ്യുക. ഇൻവിജിലേറ്റർ അവിടെ ഉണ്ടാവും. ഇൻവിജിലേറ്ററിന്റെ ഒരു അറ്റൻഷനിൽ കൊണ്ടുവന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. ഓക്കെ, ഇനി നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഫാൾസ് ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് മാറി എക്സാമിന് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്വാളിഫൈഡ് ആവും. അതേപോലെ തന്നെ നമ്മളുടെ ആ എക്സാം ക്യാൻസൽ ആവും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് ലീവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. എക്സാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ അറിയേണ്ടത്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം, ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും ടെൻഷനൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇനി റിവൈസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ റിവിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. എന്നിട്ട് എക്സാമിന് കൂൾ ആയിട്ട് പോവാം. ഓക്കെ, താങ്ക് യു.